ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 21 ഡേയ്സ് സെൽഫ് ലവ് പ്രാക്ടീസിൻ്റെ 5ാമത്തെ ദിവസത്തെ പ്രാക്ടീസാണിത്. അപ്പോൾ 4 ദിവസത്തെ പ്രാക്ടീസും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസിൻ്റെ ഡേ 1 തൊട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബിൽഡിംഗ് യുവർ സെൽഫ് എസ്റ്റീം, നിങ്ങളുടെ ആത്മാഭിമാനം വളർത്തുക എന്നതാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ട അത്ഭുതങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ബഹുമാനത്തോടും നന്ദിയോടും കൂടി സ്നേഹിക്കാൻ പഠിക്കുകയാണ് ഇവിടെ. നിങ്ങളിപ്പോൾ കണ്ണാടിയിൽ നിങ്ങളെ കാണുമ്പോൾ കണ്ണിൽ നോക്കി ചിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രശ്നവും അവനവനെ സ്നേഹിക്കുന്നതിലൂടെ പരിഹരിക്കാൻ സാധിക്കും. സ്വയം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്തും പുറത്തുമുള്ള കാര്യങ്ങളെ ബഹുമാനിക്കുക എന്നതാണ്. ഇതുതന്നെയാണ് ഏറ്റവും വലിയ നന്ദി. സ്വയം അംഗീകരിക്കാതെ നമുക്ക് നമ്മളെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണോ ഉള്ളത് അതിനെ അതേപടി അംഗീകരിക്കുക. അതായത് ഒരു പരാതിയും പറയാതെ അതേപടി സ്വീകരിക്കുക. എന്നിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെയാണ് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇനി നിങ്ങൾ നിങ്ങളെ വഴക്കു പറയാറുണ്ടോ? നിങ്ങളെ ചെറുതായി കാണുന്ന ആളുകളുടെ സ്നേഹത്തിനു വേണ്ടി യാചിക്കാറുണ്ടോ? ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടോ? ആദി നിറഞ്ഞ ചിന്തകളോടെ മനസ്സ് നിറയ്ക്കാറുണ്ടോ? ഇങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന്. ഇങ്ങനെയുള്ള വ്യക്തികളിലേക്ക് ആഗ്രഹിക്കുന്ന നന്മകളൊന്നും വന്നു ചേരില്ല. ഒരു കൊച്ചുകുട്ടിയെ പോലെ തുറന്ന മനസ്സുള്ള വ്യക്തികളായി മാറണം. നമ്മൾ ഒരു കൊച്ചു കുട്ടി കരയുമ്പോൾ ആളുകൾ എന്ത് എന്നെ പറ്റി വിചാരിക്കുമെന്ന് വിചാരിച്ച് കരയാതിരിക്കാറുണ്ടോ? അതുപോലെ കൊച്ചു കുഞ്ഞിന് വിശക്കുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം ചോദിക്കാതിരിക്കാറുണ്ടോ? അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളും ഇതേപോലെ തുറന്ന മനസ്സുള്ളവരായി മാറണം. ഇന്ന് മുതൽ എല്ലാ നെഗറ്റീവ് സെൽഫ് ടോക്കുകളും, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ഒക്കെ ഒഴിവാക്കുക. ഇനി എന്നെ പറ്റി മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ചിന്തയും മാറ്റിവെക്കുക. ഇനി ഇന്നത്തെ അഫർമേഷൻ: ഐ ആം ഗുഡ് ഇനഫ്, ഐ ആം വർത്ത് ലവിങ്. ഞാൻ വളരെ നല്ല വ്യക്തിയാണ്, ഞാൻ സ്നേഹിക്കാൻ അർഹയാണ്. ഈ ഒരു അഫർമേഷൻ 3 തവണ മനസ്സിൽ പറയുക. ഇനി മിറർ വർക്കാണ്. ആദ്യമായി കണ്ണാടിയുടെ മുൻപിൽ നിങ്ങൾ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയുക, ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതൊരു 3 തവണ പറയുക. ഇനി ഈ ദിവസം ഇത് ഒരു 100 തവണയെങ്കിലും പറയാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഓരോ തവണ കണ്ണാടിയുടെ മുൻപിലൂടെ പോകുമ്പോഴും ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയണം. ഇനി ജേർണലിംഗ് ആണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങൾക്ക് നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത 5 കാര്യങ്ങൾ എഴുതുക. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? ഞാൻ മെലിഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ തടിച്ചതാണ്, ഞാൻ കറുത്തതാണ്, പൊക്കം കുറവാണ്, പൊക്കം കൂടുതലാണ്, അങ്ങനെ പലതും നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി സംസാരിക്കാറുണ്ടോ? ഇതുപോലെയുള്ള 5 കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് അഭിപ്രായങ്ങളും എഴുതുക. എന്നിട്ട് അതിന് ഓപ്പോസിറ്റായ കാര്യങ്ങൾ പിന്നീട് നോട്ട്ബുക്കിൽ എഴുതുക. എന്നെ കാണാൻ ഭംഗിയില്ല എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായത് എഴുതുക. എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എന്നും മറ്റുള്ളവർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതെന്നും എഴുതുക. ഇനി ഇന്നത്തെ ഹൃദയചിന്ത: ഞാനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് ബീയിങ് മീ.
ഇനി മെഡിറ്റേഷനാണ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യുക. ഇന്നത്തെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അഫർമേഷനാണ്. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുക. ശാന്തമായ ഒരു സ്ഥലത്ത് നട്ടെല്ല് നിവർത്തി കൈകൾ മടിയിൽ തുറന്നു വെച്ച് റിലാക്സ് ചെയ്തിരിക്കുക. കണ്ണുകൾ പതിയെ അടയ്ക്കുക. ഇനി ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. എല്ലാ അവസ്ഥകളെയും അഭിമുഖീകരിക്കാൻ ഉള്ള കഴിവ് എനിക്കുണ്ട്. എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. എൻ്റെ സ്നേഹത്തിന് ഞാൻ അർഹയാണ്. ഞാൻ സ്വയം പര്യാപ്തയാണ്. ഞാൻ എൻ്റെ കഴിവുകളെ അംഗീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. എനിക്ക് വേണ്ടി ഞാൻ ധൈര്യത്തോടെ സംസാരിക്കുന്നു. ഞാൻ എങ്ങനെയാണോ അതേപോലെ ഞാൻ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ആത്മാഭിമാനം ഉയർന്നിരിക്കുന്നു. ഓരോ ദിവസവും എൻ്റെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ആരേക്കാളും വലുതല്ല. ഞാൻ ആരേക്കാളും ചെറുതുമല്ല. ഞാനാണ്. എൻ്റെ ജീവിതം എല്ലാ തരത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ ബോധം സ്നേഹത്താലും നല്ല ചിന്തകളാലും നിറഞ്ഞിരിക്കുന്നു. ഞാൻ എങ്ങനെ നിരുപാധികം സ്നേഹിക്കുന്നു. ഞാൻ ഏത് അവസ്ഥയിലിരിക്കുന്നുവോ അതേപോലെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഇന്നത്തെ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ.